സാഹിത്യത്തിൽ ശ്രദ്ധേയമായ ചില പേരുകളുണ്ട്. ഉദാഹരണത്തിന് മേരി, ഇനി രാധ, ആയിഷ. ഇതൊക്കെ സാഹിത്യരംഗത്ത് നമ്മൾ പതിവായി കേൾക്കുന്ന ചില പേരുകളാണ്. ഇനി പുരുഷന്മാരുടേതാണെങ്കിൽ രവി, പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം മുതൽ ജോസഫ്, പിന്നെ മുസ്ലിങ്ങളുടെ പറയുകയാണെങ്കിൽ മുഹമ്മദ് കുട്ടിയാണോ അതോ മുസ്തഫയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം പേരുകൾ മിക്കവാറും എല്ലാ സൃഷ്ടികളിലും ഈ പേരുകൾ നമ്മൾ ആവർത്തിക്കപ്പെടുന്നത് കാണാം. കാരണം ആ പേരുകൾക്കൊരു സൗകുമാര്യമുണ്ട്, അതിനൊരു പിന്നെ പശ്ചാത്തലമുണ്ട്, അതിനൊരു ഗാംഭീര്യമുണ്ട്. ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ കാരണം. അപ്പോൾ ഇതിൽ മേരിയെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മേരിയെപ്പറ്റി നമുക്കറിയാം, മഗ്ദലന മറിയം, ഈ മറിയം ഓഫ് മഗ്ദലൻ, മറിയം മഗ്ദലീൻ, പിന്നെ മറിയം എന്ന് പറയുന്നത് മേരി തന്നെ. അപ്പോൾ മേരിയെപ്പറ്റി ഈ ഇടയ്ക്ക് 2 പുസ്തകങ്ങളാണ് പിന്നെ മലയാളികൾ എഴുതിയത്. ഒന്ന് മദർ മേരി കംസ് ടു മീ, അരുന്ധതി റോയ്, അത് ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ നന്ദികുന്നേൽ മേരി എന്ന തൻ്റെ അമ്മയെപ്പറ്റി പ്രൊഫസർ ബാബു എബ്രാഹാം, അദ്ദേഹത്തിൻ്റെ കമ്പിളികണ്ഠത്തിലെ കൽഭരണികൾ എന്ന പുസ്തകത്തിൽ, ആ പുസ്തകവും അവരെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ, ഈ മദർ മേരി കംസ് ടു മീ അത് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ അത് അവരുടെ അമ്മയെപ്പറ്റി മേരി റോയ്, നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മേരി റോയുടെ സ്ഥാനം എക്കാലത്തും ഉണ്ടായിരിക്കും. ഒരു ചരിത്രം മാറ്റി എഴുതിയൊരു വ്യക്തിയാണ് അവർ. കാര്യം അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതല്ല. ഒരു കേസ് കൊടുത്തു, സഹോദരനെതിരെ ഒരു കേസ് കൊടുത്തു. അതായത് തൻ്റെ പിന്നെ കുടുംബസ്വത്തിൽ സഹോദരന് കിട്ടുന്ന അതേ ഭാഗം തനിക്കും കിട്ടണം, തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അത് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു. എന്നു മാത്രമല്ല അത് എല്ലാ ക്രൈസ്തവർക്കും അത് ബാധകമാണ് എന്നും വിധിച്ചു. അതാണ് അതിൻ്റെ വ്യത്യാസം. ആ കേസിൽ പിന്നെ എല്ലാ ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസമില്ല. സ്ത്രീധനം കൊടുത്ത് പെണ്ണിനെ ഒഴിവാക്കുന്ന ആ പരിപാടി പറ്റത്തില്ല, തുല്യ അവകാശം കിട്ടണം എന്നാണ് കോടതി വിധിച്ചത്. എന്തായാലും ഈ മേരി റോയി പിന്നെ അന്തരിച്ചു. അടുത്ത കാലത്താണ് അവർ മരിച്ചത്. അവരുടെ സഹോദരനും മരിച്ചു. അപ്പോൾ സഹോദരൻ എന്തോ പാലാട്ടച്ചാർ എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ പണക്കാരനാണെന്നുള്ള രീതിയിൽ മറുനാടൻ മലയാളിയൊക്കെ ആദ്യം മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പിന്നീടാണ് ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെയല്ല, അദ്ദേഹം മരിക്കുന്ന കാലത്ത് അങ്ങനെ വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ വ്യക്തിയായി മാറുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശൈലി ആ രീതിയിലായിരുന്നു. വ്യാവസായിക ശൈലിയിൽ അദ്ദേഹം വിജയിച്ചില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാര്യം അദ്ദേഹം റോഡ് സ്കോളറും മറ്റുമായിരുന്നു. റോഡ് സ്കോളർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഈ ബിൽ ക്ലിൻ്റനും അതുപോലെയുള്ള ആളുകളുമൊക്കെ കിട്ടിയ പിന്നെ സ്കോളർഷിപ്പാണ്. ഈ സെസിൽ റോഡ്സ് എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു പണ്ട്, റൊഡേഷ്യ. അന്ന് ഇന്നത്തെ സിംബാബ്വേയുടെ പേര് അതായിരുന്നു, റൊഡേഷ്യ. ഈ സെസിൽ റോഡ്സാണ് അതുണ്ടാക്കുന്നതിന് പങ്കുവഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ സ്ഥാപിച്ചതാണ് ഈ റോഡ് സ്കോളർഷിപ്പ്, അത് ബ്രിട്ടനിൽ കൊടുക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ നേടിയ ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹവും ഉദ്ദേശിച്ച രീതിയിലുള്ള ഉയർച്ച നേടിയില്ല എന്നാണ് പിന്നെ പറയുന്നത്. എങ്ങനെ വന്നാലും മേരി റോയി പിന്നെ ആ പള്ളിക്കുളം എന്നുള്ള സ്കൂൾ സ്ഥാപിച്ചു. അവർ കാര്യപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ ഈ അരുന്ധതി റോയി അവരെപ്പറ്റി പറയുന്നത് തന്നെ അവർ തൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടു എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ മഹത്വമായിട്ട് കാണുന്നത്. പിന്നെ പിടിച്ചു വെക്കാനോ അല്ലെ തൻ്റെ നിലപാടുകളെ മാറ്റാനോ ഒന്നുമല്ല അവർ ശ്രമിച്ചത്. ഒരമ്മയെന്ന നിലയിൽ ഈ പിന്നെ കുട്ടികളെ ചിറകിൻ്റെ അടിയിൽ ഒതുക്കി നിർത്തി അവരെ തൻ്റെ വഴിക്കൂടെ കൊണ്ടുപോവുക, അതിന് പകരം അവരെ അവരുടെ വഴിക്ക് വിട്ടു. അതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ മഹത്വമെന്ന് പിന്നെ അരുന്ധതി റോയി മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയുടെ ജീവചരിത്രമാണ് അവർ വരച്ചു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ നമ്മളിവിടെ പിന്നെ ഈ നാട്ടിലെ സ്വത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ അമേരിക്കയിലെ സ്ത്രീകളെ പറ്റിയും ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. ഇവിടെയുള്ള സ്ത്രീകൾ പലപ്പോഴും നാട്ടിലെ സ്വത്ത് അവർ ആവശ്യപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നാട്ടിൽ സ്വത്തുണ്ടാക്കാനായിട്ട് അല്ലെ സഹോദരന്മാർക്കൊക്കെ ഗുണകരമാകാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. പലപ്പോഴും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അവരെ പിന്നെ വീടടക്കം എല്ലാവരെയും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നാട്ടിൽ സ്വത്തുക്കളൊക്കെ അവർക്ക് കൂടുതലായിട്ടുണ്ടാകുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. എന്തായാലും വിപ്ലവകരമായൊരു മാറ്റമാണ് ആ മേരി അവിടെ സൃഷ്ടിച്ചത്. ഇനി നന്ദികുന്നേൽ മേരിയെപ്പറ്റി പറയുമ്പോൾ ഈ ബാബു എബ്രാഹാം പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ആ കൽഭരണികൾ, കമ്പിളികണ്ഠം നമുക്ക് ഒരു സ്ഥലമാണ്, ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. കൽഭരണികൾ അദ്ദേഹം ഈ ക്രിസ്തു പിന്നെ ഒരു കുടുംബം വീഞ്ഞ് ഇല്ലാതായിപ്പോയി, വിവാഹ വീട്ടിൽ വീഞ്ഞ് ഇല്ലാതായിപ്പോയ ആ അവസ്ഥയെപ്പറ്റിയാണ് അദ്ദേഹം ഈ കൽഭരണികൾ എന്നുള്ളത് കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. ഈ കൽഭരണികളിൽ വീഞ്ഞില്ല. അപ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നു, പിന്നെ ക്രിസ്തുവിനോട് മദർ മേരി അമ്മ പറയുന്നു, പിന്നെ വീഞ്ഞ് തീർന്നു പോയി. ആദ്യം ക്രിസ്തു നിരസിക്കുന്നുവെങ്കിലും വെള്ളം നിറയ്ക്കാൻ പറയുന്നു, വെള്ളം നിറച്ചു, ഇതെല്ലാം വീഞ്ഞായി മാറുന്നു. അപ്പോൾ ആ വിശ്വാസം, അമ്മയുടെ ഒരു വിശ്വാസം, അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു തൻ്റെ അമ്മയുടെയും വിശ്വാസം. പിന്നെ
താനും ഒരു നിലയിലെത്തിപ്പെടും എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നാണ് തൻ്റെ ജീവിതമെല്ലാം കെട്ടിപ്പടുത്തതെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എന്തായാലും ആ പുസ്തകം വായിക്കണമെന്ന് മാത്രമല്ല, അദ്ദേഹവുമായിട്ട് നമുക്ക് ഒരു വലിയ ബന്ധമുണ്ട്. ഈ മലയാളിയുടെ ചെറുകഥാ പുരസ്കാരത്തിന് വന്ന് പ്രസംഗിച്ച പ്രധാനപ്പെട്ട പ്രാസംഗികരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി, നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. നമ്മളെ ഈ മതങ്ങളൊക്കെ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതല്ലെങ്കിൽ അല്ലെ മറ്റുള്ളവരെ കരുതാൻ പഠിപ്പിക്കുന്നതല്ലെങ്കിൽ മതത്തിനൊന്നും ഒരർത്ഥവുമില്ല. ആ മതത്തിൽ നമ്മൾ നിൽക്കുക പോലും ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത ഒരാളുടെ പേര് മുസ്തഫ എന്നാണെങ്കിൽ അയാളെ നമ്മൾ ആ പേരിനെ നമ്മൾ ഭീതിയോടെയാണ് കാണുന്നതെങ്കിൽ നമ്മളൊരു മതവിശ്വാസിയെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കരുതലുണ്ടായിരിക്കണം, മറ്റുള്ളവരോടുള്ള സ്നേഹം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, മക്കളെ പറ്റിയുള്ള അമിതമായ ആ ഉത്കണ്ഠ, അവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ അവയവങ്ങൾ കൊണ്ട് അവരെങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അവർക്ക് അവരുടേതായ ലോകം തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം വളരെ മനോഹരമായിട്ട് തോന്നി, വളരെ അർത്ഥവത്തായിട്ട് തോന്നി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആ പുസ്തകം ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിക്കാനൊന്നുമല്ല, പക്ഷേ ഈ ദാരിദ്ര്യം എല്ലാം ഉണ്ടായിരുന്നു. ഈ ദാരിദ്ര്യമെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയതുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ ഇടയായത്. അപ്പോൾ ആ അവസ്ഥയ്ക്കും അതിന് ഇടയാക്കിയവർക്കുമെല്ലാം അദ്ദേഹം നന്ദി പറയുകയാണ് ചെയ്യുന്നത് ആ പുസ്തകത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഓരോ അവസ്ഥകളും കടന്നു പോകും. നമ്മൾ എത്ര വിഷമകരമായ അവസ്ഥയാണെങ്കിലും അത് മാറിപ്പോവും. അത് ആ സങ്കടങ്ങളുടെ സങ്കീർത്തനമായിട്ട് അത് വരുമ്പോൾ തന്നെ അതൊരു പ്രത്യാശയുടെ സുവിശേഷം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നാളെ മാറിപ്പോവും, ഇതാണ് അവസാനമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും 2 മേരിമാർ നമ്മുടെ സാഹിത്യത്തിൽ നമ്മുടെ മലയാളികളിൽ നിന്ന്, അപ്പോൾ മലയാളികൾ ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, മലയാളത്തിൽ തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മലയാളി എഴുതിയാൽ മതി, മലയാളത്തിൽ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം അരുന്ധതി റോയ് ഇംഗ്ലീഷിൽ എഴുതിയതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ബാബു എബ്രഹാം മലയാളത്തിൽ എഴുതിയതുകൊണ്ടും ഒരു കുഴപ്പമില്ല. 2 മലയാളികൾ, അത് നമുക്ക് അഭിമാനം ഉണർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പേരുകൾ, ഈ മഗ്ദലന മറിയം വള്ളത്തോൾ എഴുതി. അപ്പോൾ അത് മേരി, അതും മറ്റൊരു മേരി. ഇനി മേരിയെപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എല്ലാ ക്രൈസ്തവരും പ്രാർത്ഥിക്കുന്ന, ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റൻ്റുകാരല്ല, അവർ മേരിയെ അംഗീകരിക്കുന്നില്ല, ദൈവമാതാവായിട്ട് അംഗീകരിക്കുന്നുമില്ല. ഇപ്പം മേരിയെപ്പറ്റി നമ്മൾ കത്തോലിക്കരൊക്കെ പ്രാർത്ഥന ചൊല്ലുന്നത് എന്താണ്? നന്മ നിറഞ്ഞ മറിയമേ. ഓർത്തഡോക്സുകാരൊക്കെ ചെല്ലുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റെന്ന് തോന്നുന്നു. കൃപ നിറഞ്ഞ മറിയമേ. അതായത് കൃപയെന്ന് പറയുമ്പോൾ ആരെങ്കിലും തരുന്നതാണ് കൃപ. നന്മയെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നന്മയുണ്ടാകുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമുക്ക് നമുക്ക് ദൈവരാജ്യം കിട്ടുന്നതെന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം തന്നെ, അടിസ്ഥാന വിശ്വാസം തന്നെ. അതായത് നമ്മൾ എത്ര നന്മ ചെയ്താലും നമുക്ക് സ്വർഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ദൈവം തീരുമാനിക്കണം. ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ്, ഒരു കൃപയാണ് അതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൃപ എന്നുള്ള വാക്കിന് വലിയ അർത്ഥം ക്രൈസ്തവ ചിന്തയിലുണ്ട്. അപ്പോൾ എങ്ങനെ കത്തോലിക്ക സഭയിൽ നന്മ നിറഞ്ഞ മറിയം എന്ന് വന്നെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും വ്യത്യാസമൊന്നുമില്ല, സംഗതി ഒന്നും തന്നെ. പക്ഷേ എന്നാൽ പോലും ആ വാക്കുകളിലുള്ള ആ ചെറിയ വ്യത്യാസം അതുണ്ടെന്ന് പറയുകയാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മേരി എന്ന കഥാപാത്രം ഈ ഒരുപാട് സാഹിത്യ സൃഷ്ടികളിൽ നമ്മൾ കാണുന്നു. ഈയിടയ്ക്ക് മലയാളത്തിലും മലയാളികൾ എഴുതുന്നതിലും അതൊരു പ്രധാന കഥാപാത്രമായി മാറി എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. മറ്റ് പേരുകളെപ്പറ്റി നമുക്കിതുപോലെ പറയാവുന്നതാണ്. രാധ, ആയിഷ, ഫാത്തിമ, അല്ലെങ്കിൽ അതുപോലെയുള്ള പേരുകൾ, അല്ലെങ്കിൽ രവി. അപ്പോൾ ഈ പേരുകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നേരെ ആർക്കെങ്കിലും വല്ല PhD ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേരുകൾ, സാഹിത്യ സൃഷ്ടികളിലെ പേരുകളെപ്പറ്റിയും ഒരു PhD തീസിസ് ഉണ്ടാക്കാവുന്നതാണ്.